ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അമേരിക്കയിലെ ഫിലാദൽഫിയ പട്ടണത്തിൽ യാചകിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന ഈ കുട്ടിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നതും സൺഡേ സ്കൂളിൽ പോകുന്നതും വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം ആരാധനയ്ക്കായി ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുവാൻ ഇടമില്ല. അവളുടെ കീറിയ വസ്ത്രവും മുഷിഞ്ഞ പ്രകൃതവും ഒക്കെ കണ്ടപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാർ പറഞ്ഞു, കുഞ്ഞെ, സ്ഥലമില്ല. അവൾക്ക് ദുഃഖമായി. കണ്ണുനീരോടെ ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയിലെ ശുശ്രൂഷകൻ കയറി വരികയാണ്. കരഞ്ഞുകൊണ്ട് നിന്ന പെൺകുട്ടിയുടെ അദ്ദേഹം ചോദിച്ചു, എന്താ കുഞ്ഞെ കരയുന്നത്? അവൾ പറഞ്ഞു, ഞാൻ ആരാധിക്കുവാൻ വന്നതാണ്, പക്ഷേ എനിക്ക് സ്ഥലമില്ല. ആ ദൈവദാസൻ സ്നേഹമുള്ളവനായിരുന്നു. അവളുടെ തോളത്ത് കൈവച്ചിട്ട് താൻ ഇരിക്കുന്ന ഇടത്തേക്ക് അവളെ കൊണ്ടുപോയി. തൻ്റെ ഇരിപ്പിടത്തിനടുത്ത് അവളെയും ഇരുത്തി. അന്ന് ആരാധിച്ച് സന്തോഷമുള്ളവളായി അവൾ മടങ്ങിപ്പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ഈ പള്ളി വലുതാക്കി പണിയുന്ന ചിന്തയായിരുന്നു. അതിന് പണം ശേഖരിക്കുവാനും അവൾ തുടങ്ങി. അവൾ 57 സെൻറ്റ് വരെ ശേഖരിച്ചു. $1 തികഞ്ഞില്ല. അതൊരു പേഴ്സിനകത്ത് അവളിട്ടു. കൂടെ ഒരു കുറിപ്പും, പള്ളി പണിയുവാൻ എന്നെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് കയറി ആരാധിക്കുവാൻ. എന്നാൽ ആ വർഷത്തെ അതികഠിനമായ തണുപ്പിൽ അവൾ വഴിയിൽ മരിച്ചു വീണു. പോലീസുകാർ പരിശോധിച്ചപ്പോൾ ഒരു പേഴ്സ് കണ്ടു. അതിലെ കുറിപ്പ് കണ്ടപ്പോൾ ആ പള്ളിയിലെ ശുശ്രൂഷകനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. അന്ന് താൻ വിളിച്ച് അകത്ത് കയറ്റിയ പെൺകുട്ടിയാണ് വിശന്ന് വലഞ്ഞ തണുപ്പിൽ മരിച്ചത്. ആ 57 സെൻറ്റ് പോലീസുകാരൻ ശുശ്രൂഷകനെ ഏൽപ്പിച്ചു. കണ്ണുനീരോടെ അദ്ദേഹം അത് ഏറ്റുവാങ്ങി. ശവസംസ്കാര ശുശ്രൂഷയിൽ അദ്ദേഹം ഈ കാര്യം വിളിച്ചു പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ ശവസംസ്കാരം ഭംഗിയായി നടത്തി. പള്ളി വലുതാക്കുവാൻ അവർ തീരുമാനിച്ചു. ഇപ്പോൾ പള്ളി ഇരിക്കുന്നിടത്ത് സ്ഥലമില്ല. വേറൊരു സ്ഥലം പോയി കണ്ടു. അതിന് വില ചോദിച്ചപ്പോൾ അവർക്ക് കൊടുക്കാനാവാത്തത്ര വിലയാണ്. അവർ തിരിച്ചു പോകുവാൻ നേരം ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന പണത്തിന് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ ഈ വസ്തു തരാം. 57 സെൻറ്റ് നിങ്ങൾ തന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ വിലയേറിയ വസ്തു ആ പെൺകുട്ടി നൽകിയതായ 57 സെൻറ്റിന് സഭ സ്വന്തമാക്കി. ആ സ്ഥലത്ത് 3500 പേർക്ക് ഇരിക്കാവുന്ന ഒരു പള്ളി ഇന്നുണ്ട്. അതിൻ്റെ സെൻട്രൽ ഹാളിൽ ആ പെൺകുട്ടിയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനത്തിലും നിക്ഷേപം നടത്തുന്നത് ഏതൊരു വ്യക്തിക്കും സന്തോഷവും അതോടൊപ്പം സംതൃപ്തിയും ഉളവാക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ചും പല ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപക്കാരെ ആകർഷിക്കുന്നതിനായി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യും. തങ്ങളുടെ നിക്ഷേപത്തിന് എവിടെയാണോ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ആ ധനകാര്യ സ്ഥാപനവുമായി പ്രസ്തുത നിക്ഷേപകർ അടുത്തിടപെടുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. പലിശ ഇനത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ നിക്ഷേപകർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും തങ്ങൾക്കേറെ പ്രയോജനകരമായ രീതിയിൽ തങ്ങളുടെ നിക്ഷേപം വിനിയോഗിക്കുകയും ചെയ്യുന്നു. ലോകപ്രകാരമുള്ള ഈ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ ആത്മീയതയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തെയും അതിലുള്ള നിക്ഷേപങ്ങളെയും സ്നേഹിക്കുവാനല്ല, പ്രത്യുത നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗീയ നിക്ഷേപങ്ങളിൽ കേന്ദ്രീകരിക്കുവാനാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊലോസ്യർ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, പ്രഭാതത്തിൽ നൽകിയ ദൈവിക ആലോചനകൾക്കായി സ്തോത്രം. ലോകപ്രകാരമുള്ള സമ്പത്തിനേക്കാൾ ആത്മീയമായ സമ്പത്തിന് പ്രാധാന്യം നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനും ക്രിസ്തുവാകുന്ന പാറമേൽ ആശ്രയം വെച്ച് ജീവിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.